ഇല്ല മോനെ, പപ്പ ആരെയും കൊന്നിട്ടില്ല. മമ്മയല്ലേ പറയുന്നത്. പപ്പയ്ക്ക് ആരെയും കൊല്ലാൻ കഴിയില്ല. അല്ല, എബിയൻ ഡാഡി കൊന്നത് പപ്പയാണ്. പപ്പ ദുഷ്ടനാ, അതെന്റെ പപ്പയല്ല. ഈസ് എ ഡെവിൾ. മമ്മ, അതെന്റെ പപ്പയല്ല. മോനെ, പപ്പ ആളുകളെ കൊല്ലുന്നവനാ. അങ്കിളിനെ കൊല്ലാൻ പറയുന്നത് ഞാൻ കേട്ടതാ. ആ അങ്കിൾ എന്നോട് എന്ത് സ്നേഹമാണെന്ന് അറിയാമോ? ആ അങ്കിൾ എനിക്ക് ഒരുപാട് ടോയ്സ് തന്നിട്ടുണ്ട്. എന്നിട്ട് ആ അങ്കിളിനെയല്ലേ പപ്പ കൊന്നത്? പപ്പ എനിക്ക് എന്താ തന്നത്? ആൾക്കാരെ കൊല്ലാനാ പഠിപ്പിച്ചത്. പപ്പ എല്ലാരെയും കൊല്ലും, എന്നെയും അമ്മയും ഒക്കെ കൊല്ലും. വേണ്ട അമ്മ, നമുക്ക് ഇവിടെ നിന്ന് പോവാം. അരുത് മോനെ, പപ്പയെ വിട്ട് നമ്മൾ എവിടെ പോവാൻ? പപ്പ ആരെയും കൊന്നിട്ടില്ല. ഒക്കെ മോന്റെ തോന്നല. മോനറിയോ, മോനെയും അമ്മയൊക്കെ പപ്പ ഒരുപാട് സ്നേഹിച്ചിട്ടേ ഉള്ളൂ. മോൻ മമ്മയെ വിശ്വസിക്കേ. പപ്പ പാവ. Yes. Shyam. Send him in. Good morning, sir. Good morning. Please come. Take your seat. Thank you, sir. മിസ്റ്റർ ശ്യാം വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. എവിടം വരെയായി ഇൻവെസ്റ്റിഗേഷൻ? ഐ മീൻ ഡൽഹിയിലെ അന്വേഷണം. ഈ ഹ്യൂമൻ ടൈഗർ ഫോഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ള ഉറപ്പാണോ? അസാമിൽ നിന്ന് ആ ഗ്രൂപ്പ് കേരളത്തിലേക്ക് കടന്നിട്ടുണ്ട്. അത് ഉറപ്പാണ്, സർ. ബൈസൺ വാലി ഫോറസ്റ്റിനുള്ളിൽ എവിടെയോ ആ ഗ്രൂപ്പ് ഉണ്ട്. കൊല്ലപ്പെട്ട സെബാസ്റ്റ്യൻ അയച്ചെന്ന റിപ്പോർട്ടിൽ കുറെ കൂടി ഇൻഫർമേഷൻസ് ഉണ്ട്, സർ. നിതിൻ ജോഷ് 80കളിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഹോക്കി ടീം ക്യാപ്റ്റൻ. അതയാളുടെ ഭാര്യ ചാന്ദിനി. പാലക്കാട് പെരുവമ്പ് ഗ്രാമത്തിലെ ഒരു ശിവശങ്കരയ്യരുടെ മകൾ. ഈ ശിവശങ്കരയ്യർ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചിരുന്നു. വളരെ ചെറുപ്പത്തിലേ നടന്ന ഒരു ഇന്റർകാസ്റ്റ് ലവ് മാരേജ് ആയിരുന്നു അവരുടേത്. ഈ പെൺകുട്ടി ജേർണലിസത്തിന് പഠിക്കുകയായിരുന്നു. പഠിക്കുന്ന കാലത്ത് ഒരുപാട് പ്രശസ്തയായിരുന്നു ചാന്ദിനി. ഇവർക്കൊരു മകനുണ്ട്, ഷിനാസ്. അവൻ ബൈസൺ വാലിയിലെ ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്നു. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ രാജ്യത്ത് കലാപം അഴിച്ചുവിടുന്ന കുറെ മതഭ്രാന്തന്മാരുടെ സംഘടനയായ ഹ്യൂമൻ ടൈഗർ ഫോഴ്സിന്റെ ട്രാപ്പിലായ ഒരാളാണ് ഈ ജോഷ്. അയാളുടെ ബുദ്ധിശക്തി ഉപയോഗിച്ച് 2 ഓപ്പറേഷൻ അവർ നടത്തിയിട്ടുണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിലും നോയിഡയിലും. രണ്ടിലും കൂടി ഏകദേശം 18ഓളം പേർ കൊല്ലപ്പെട്ടു. ആ ക്രൈമിൽ ജോഷ് അറസ്റ്റിലായെങ്കിലും നടന്ന സംഭവങ്ങളെക്കുറിച്ച് അയാൾക്കൊന്നും അറിയില്ലായിരുന്നു. അയാൾ അറിയാതെ അവരയാളെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു. അയാളെ ടൈഗർ ഗ്രൂപ്പ് അഡോപ്റ്റ് ചെയ്തു. മുമ്പ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിലും നാഗാലാൻഡിലെ ഒളിപ്പോരാളികളെ പിടിക്കുന്നതിലും തന്റെ മിടുക്കിയാൻ അറിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ പരിപാടി എങ്ങനെയാ? ഐ മീൻ മോഡസ് ഓപ്പറാൻഡി. എല്ലാ കാര്യങ്ങളിലും ഒരല്പം സീക്രസി വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചാർജ് എടുക്കുന്നത് പോലും. ആദ്യം ആ സ്ഥലത്തൊരു ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഈ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതുകൊണ്ട് ഏറെ ശ്രദ്ധിച്ചു വേണം ഓരോ നീക്കവും. കുട്ടികളാണ് അവരുടെ ഗസ്റ്റ് ഹൗസ്. അതുകൊണ്ട് സമയമാവുമ്പോൾ മാത്രം ഫോഴ്സിനെ വിളിച്ചാൽ മതി. അതും വേണ്ടി വരികയാണെങ്കിൽ മാത്രം. പഴയ കാലത്ത് കാടിളക്കിയുള്ള ഒരു ഓപ്പറേഷൻ ആവശ്യമില്ല, സാർ. എല്ലാ വിവരങ്ങളും താൻ എന്നെ അറിയിക്കണം. പിന്നെ എന്നാ താൻ അങ്ങോട്ട് പോകുന്നത്? അറിയിക്കാം, സാർ. കുറച്ച് ദിവസം കൂടി ഞാനിവിടെ തലസ്ഥാനത്തുണ്ടാവും. ആവശ്യമുണ്ട്, സാർ. ഗോ ഹെഡ്. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു, സാർ.
ഷീനാസിന് എന്താ പറ്റിയത്? അവനിന്ന് സ്കൂളിലും വന്നില്ല. അവന് പനിയാ. അരുണിന്റെ വീടിന്റെ അടുത്തല്ലേ അവൻ താമസിക്കുന്നേ? അതെ. നാളെ ഒന്ന് അന്വേഷിച്ചിട്ട് വരണം. ചെല്ല്. മണിയ, എന്താ ടീച്ചറെ? ഷീനാസിന്റെ വീട് വരെ ഒന്ന് പോയി അന്വേഷിക്കണം. 2-3 ദിവസമായി അവൻ സ്കൂളിൽ വന്നിട്ട്. ഞാൻ അവന്റെ വീട്ടിൽ പോയിരുന്നു ടീച്ചറെ. അവനെന്തോ വല്ലാതെ ആയിരിക്കണു. ആ എബിയുടെയും പപ്പയുടെയും മരണം അവനെ വല്ലാതെ ആക്കിയെന്ന് എനിക്ക് തോന്നണേ. പാവം, അവന്റെ കൂട്ടുകാരനല്ലേ മരിച്ചത്. ആൾക്കാരുടെ മരണം താങ്ങാൻ അവന്റെ മനസ്സിന് കഴിയില്ല. പാവം കുട്ടിയാ. ഇനിയിപ്പോ ടീച്ചറും ചെന്ന് അവനെ സമാധാനിപ്പിക്കും. എല്ലാം നേരിടാനുള്ള മനക്കരുത്തുണ്ടാവണം. അപ്പോഴേ നന്നായി വളരാൻ പറ്റൂ. സ്കൂളിൽ വരാതെ ഇവിടെ ഇങ്ങനെ ഇരുന്നാ മരിച്ചുപോയവര് തിരിച്ചു വരുമോ? വാ, എഴുന്നേക്ക്. എഴുന്നേറ്റ് ഈ ഉടുപ്പൊക്കെ മാറ്റി നല്ല കുട്ടിയെ റെഡിയാവ്. ക്ലാസ്സിലെ ബെസ്റ്റ് സ്റ്റുഡന്റ് ഇങ്ങനെ ഇരിക്കാ വേണ്ടത്. മോൻ ഇങ്ങനെയായാ മോന്റെ മമ്മയ്ക്ക് വിഷമാവില്ലേ? ദേ നോക്ക്, പാവം മോന്റെ മമ്മ. മോൻ അരുതാത്തൊന്നും ആലോചിക്കരുത്, ഒക്കെ ശരിയാവും. എബിയെ കൊന്നതാ. എന്നെയും കൊല്ലും, എല്ലാരെയും കൊല്ലും. ഇല്ല, മോൻ ആരും ഒന്നും ചെയ്യില്ല. മനസ്സ് നിറയെ സ്നേഹം ഉണ്ടാവുമ്പോ ആർക്കും നമ്മളെ ദ്രോഹിക്കാൻ കഴിയില്ല. മോന്റെ മനസ്സ് നിറയെ എബിയോടുള്ള സ്നേഹമാണെന്ന് ടീച്ചർക്കറിയാം. സ്നേഹം കൊണ്ട് മാത്രമേ എല്ലാവരെയും കീഴടക്കാൻ പറ്റൂ. എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുമ്പോഴേ മനുഷ്യനാവൂ. പഠിച്ച് വലിയ ആളായി ഈ രാജ്യത്തെ നശിപ്പിക്കുന്ന ചീത്ത മനുഷ്യരെ മോൻ നേരിടണം. ചീത്ത മനുഷ്യർ ഭൂമിയിൽ ഇല്ലാതാവുമ്പോ ആർക്കും ആരെയും പേടിക്കേണ്ടി വരില്ല. മോൻ എഴുന്നേക്ക്, വാ.